ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ചാടിത്തുള്ളി പോകാൻ നിൽക്കുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. നാട്ടിൽ വന്ന പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ അമ്പലത്തിലേക്ക് പോകാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ റെഡിയാണ്. ശരത്തേനും കുളി കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയം കൊണ്ട് ഞാനൊരു ഇൻട്രോ എടുക്കാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ചാടിത്തുള്ളി പോയതാണ്. പിക്കുമോൻ ദേ കണ്ടു റെഡി മണിയായിട്ട് ഇരിക്കുന്നത് അമ്പലത്തിൽ പോകാനായിട്ട്. അവന് ഇടാനുള്ള മാലയാണ് കേട്ടത്. അപ്പോൾ പിക്കുമോൻ ഒഴികെ എല്ലാവരും മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ ഇന്നാണ് ഇവിടെ നാട്ടിൽ വന്നിട്ട് പോകുന്ന ദിവസമാണ് ഇവന് മാല ഇടാനായിട്ട് കൊണ്ടുപോയത് കേട്ടോ. നമുക്കിവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത് അയ്യപ്പൻ്റെ അമ്പലമായിട്ട് തൊട്ടടുത്തുള്ളത് പനക്കമ്പുള്ളി ക്ഷേത്രമാണ്. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വരുന്ന ഒരു അമ്പലമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പിക്കുവിന് മാല ഇടുന്നത്. അച്ഛൻ്റെ നേർച്ചയായിരുന്നു കേട്ടോ. അവൻ ജനിച്ച സമയത്ത് അവനെ മലയ്ക്ക് കൊണ്ടുപോകാം എന്ന് നേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് പാലിക്കാൻ നമ്മുടെ സമയക്കുറവ് മൂലമാണ്. എല്ലാ വർഷവും അച്ഛൻ പറയുന്നതാണ്. നമുക്ക് സമയം കിട്ടാൻ ഇപ്പോഴായത് അതിനുള്ള നേരമായി എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. അപ്പോൾ അച്ഛൻ്റെ കൈ കൊണ്ട് അവനെ മാലയിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവനതേ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തെ പ്രകാശം നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരുവിധം പരിഹാരമായിട്ടുണ്ട്. അതിൻ്റെ സന്തോഷവും പ്രസരിപ്പൊക്കെയാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ യാത്ര മുടങ്ങിപ്പോകുമോ എന്ന് പോലും ഞങ്ങൾ എല്ലാവരും ഭയന്നിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഭഗവാൻ കാത്തു. പരീക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെ കേട്ടോ. അച്ഛനും അത് കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അച്ഛൻ നേർന്നിട്ടുള്ളതാണ്. എനിക്ക് ഈ ഡെലിവറിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കയ്യിൽ കിട്ടിയപ്പോൾ അച്ഛൻ ആദ്യം വിചാരിച്ചതാണ് അവൻ ഓടി നടക്കുന്ന പ്രായമാകുമ്പോൾ അവനെ മല കയറ്റിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ നേർച്ചയും കൂടിയാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരുടെ പേരിൽ നേർച്ചയും കാഴ്ചയൊക്കെ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നടപ്പിലാക്കാനുള്ള വഴി നമ്മൾ സ്വയം കണ്ടെത്തണം. അപ്പോൾ അത് കാരണം കൊണ്ട് അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ വർഷം എന്തായാലും എൻ്റെ കുഞ്ഞിനെ മല കയറ്റണം എന്നുള്ളത് കേട്ടോ. പ്രായമായിട്ട് വരുമല്ലേ. അപ്പം അച്ഛന് തോന്നി കാണും എന്തായാലും തവണ പിക്കുവിനെ കൊണ്ടുപോകണമെന്ന്. എത്രയോ മുന്നേ അച്ഛൻ എല്ലാ വർഷവും പറയുന്നതാണ്. ഈ വർഷം കൂടുതൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവനെ കൊണ്ടുപോകണം എന്തായാലും എന്നും. അപ്പോൾ എന്നാൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിക്കുവിൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ, 4 മക്കളുടെ പേരിലും അച്ഛൻ വിചാരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ 4 പേര് ഒന്നിച്ചാണ് ഇത്തവണ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി ഇതേ മാല പൂജിച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതേ പിക്കുവിൻ്റെ മാലയിടലൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പ്രദക്ഷിണം വയ്ക്കണമായിരുന്നു എനിക്ക് 3 തവണ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അകത്ത് കയറി പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ്. പേര് ഓർക്കുന്നില്ലെങ്കിലും ഏതോ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ, ഇങ്ങനെ മലയ്ക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട്, അപ്പോൾ മാളികപ്പുറം പോകാനായിട്ട് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ. അപ്പോൾ അന്ന് എനിക്ക് അതിനുള്ള മറുപടി തരാനോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. അതിന് ശേഷമാണല്ലോ നമ്മുടെ കഥകളൊക്കെ മാറി മറിഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്കതിന് മറുപടി തരാനോ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാനോ ഒന്നും പറ്റാഞ്ഞത്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ അമ്പലത്തിൽ നിന്ന് പാതി വഴിക്ക് എത്തിയപ്പോഴത്തേക്കും അമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. ഈ സെയിം അമ്പലത്തിൽ തന്നെയാണ്. അപ്പോൾ അമ്മ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശരത്തേട്ടനോട് പറഞ്ഞു അമ്മേനെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ശരത്തേട്ടൻ അമ്മേനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ഞാൻ വീട്ടിലേക്ക് നടന്നിങ്ങ് പോന്നു കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ജാനിമോൾ ദേ സ്കൂളിൽ പോകാൻ തയ്യാറായി. ഭക്ഷണമൊക്കെ കഴിച്ച് പാൽ കുടിക്കുന്ന നേരമായിരുന്നു. പിന്നെ മാലയൊക്കെ ഇട്ട് വന്ന് ദേ പിക്കും അച്ഛനൊക്കെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെ പോണ്? ഞാൻ, ശരത്മാമൻ, അച്ഛൻ, അത്ര ആൾക്കാരുള്ള. പിന്നെ തനു, കണ്ണൂരത്തമ്മയില്ലേ, അനിയമ്മ, so many people. ഞങ്ങളുടെ വണ്ടി വന്നു ഞങ്ങളുടെ വണ്ടി വന്നു.
അത് ജാനിക്കുട്ടിയുടെ വണ്ടി ആയിരുന്നില്ല കേട്ടോ, ഞങ്ങളൊന്ന് തെറ്റിദ്ധരിച്ചതാണ്. പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാൻ അവളെ കൂടെ നിന്നോളം ചേച്ചി അകത്തേക്ക് പൊക്കോളാൻ. അങ്ങനെ ഞാനും അവളവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും അവളുടെ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിലിരിക്കുന്ന വേണുവേട്ടൻ എന്നെ കുഞ്ഞിലെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് 10ാം ക്ലാസ് വരെയും കൊണ്ടാക്കിയിട്ടുള്ളത് വേണുവേട്ടനാണ്. ഇടയ്ക്ക് ഒരു കുറച്ച് നാൾ ഞാൻ സൈക്കിളിൽ പോയി, പക്ഷെ ഒരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയപ്പോൾ പിന്നെ അച്ഛൻ എൻ്റെ സൈക്കിൾ അവിടെ പൂട്ടി വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ വേണുവേട്ടൻ്റെ വണ്ടിയിൽ തന്നെയായിട്ടോ. അതേ ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ജാനിമോളും പോകുന്നത്, ഡിക്രമോനും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് അത്യാവശ്യം കറികളൊക്കെ അമ്മയും ചേച്ചിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നതാണ് കേട്ടോ അച്ഛനും ചേട്ടനൊക്കെ മലയ്ക്ക് പോകുന്നത്. ഞാനും 3 വർഷം പോയിട്ടുണ്ട്. 10 വയസ്സിന് മുന്നേ ആണല്ലോ പെൺകുട്ടികൾ പോയി വരുന്നത്. അപ്പോൾ അതുപോലെ അച്ഛൻ എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ 2-3 കൊല്ലം. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ കണ്ടു വളർന്നിട്ടുള്ള രീതികൾ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ശരിയും ഉണ്ടായിരിക്കും തെറ്റും ഉണ്ടായിരിക്കും. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ ആദ്യമായിട്ട് മല ചവിട്ടാൻ പോകുന്നവരാണെങ്കിൽ അവരെ കന്നി അയ്യപ്പൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ മാളികപ്പുറം എന്നും പറയും അല്ലേ. അപ്പം നമ്മുടെ 4 മക്കളും പിന്നെ എൻ്റെ അമ്മയും എൻ്റെ ചേട്ടത്തിമ്മേരെ അമ്മയും അമ്മായും ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവരെല്ലാം കന്നിമാസത്തിൽ തൊട്ടേ വ്രതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കന്നിമാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച വ്രതം എടുത്താൽ അത്രയും നന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കെട്ടുനിറ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്നാളികേരം നിറയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ നെയ്നാളികേരം പിക്കുവിൻ്റെ തന്നെയാണ് നിറച്ചത് കേട്ടോ. അത് അമ്മയായ എന്നെയും കൂടെ ഇരുത്തിയിട്ടാണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്ത കാരണം കൊണ്ട് എൻ്റെ വീഡിയോ കിട്ടിയില്ലേ എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വൃശ്ചിക മാസത്തിൽ, അതായത് മണ്ഡലകാലത്ത് വ്രതം സ്റ്റാർട്ട് ചെയ്യുന്നവർ 1-ാം തീയതിക്ക് അനുസരിച്ച് വ്രതമൊക്കെ എടുത്ത് തുടങ്ങാറാണ് പതിവ്. ഇപ്പോൾ കന്നി അയ്യപ്പന്മാരൊക്കെ ആണെങ്കിൽ കന്നിമാസത്തിലെ കുളി തുടങ്ങി വൃശ്ചിക മാസത്തിൽ 41 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കറക്റ്റ് 41 ദിവസം വ്രതം എടുക്കാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മ കൈ പിടിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ നെയ്നാളികേരം നിറയ്ക്കുന്നത്. അതാണ് ചേച്ചി അവിടെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ കന്നിമാസത്തിൽ വ്രതം തുടങ്ങിയെങ്കിലും വൃശ്ചികം 1-ാം തീയതി ആയപ്പോഴാണ് മാലയിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വൃശ്ചികം 1-ാം തീയതി വ്രതം സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് തന്നെ മാലയിട്ട് കറുത്ത വസ്ത്രം ധരിച്ച് വ്രതം 41 ദിവസം, അതായത് ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് 41 ദിവസമാണല്ലോ. അപ്പോൾ അത്രയും ദിവസം വ്രതം എടുത്ത് മലയ്ക്ക് പോകുന്നവരുമുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ ഏതെങ്കിലും അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് മാലയിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ പൂജാരിനെ കൊണ്ടോ മാലയൊക്കെ പൂജിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് അവർ നമുക്ക് മാലയിട്ട് തരാം. അല്ലെങ്കിൽ ഗുരുസ്വാമി, ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ഗുരുസ്വാമിയായ കാരണം ഇവിടെ എല്ലാവർക്കും മാലയിട്ട് കൊടുത്തത് അച്ഛനായിരുന്നു. തുളസി മാലയാണ് എല്ലാവരും ഇടുക. അതിൻ്റെ കൂടെ രുദ്രാക്ഷ ഇടുന്നവരും ഉണ്ട്. അയ്യപ്പൻ്റെ മുദ്രയുള്ള അല്ലെങ്കിൽ ലോക്കറ്റുള്ള മാലകളാണ് സാധാരണ ധരിക്കാറുള്ളത് കേട്ടോ. അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം. മാല ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കണം അറിഞ്ഞോ അറിയാതെയൊക്കെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന്. മാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തരത്തിലും നമ്മുടെ മനസ്സിലൊരു കളങ്കം അല്ലെങ്കിൽ തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് വരാനായിട്ട് പാടില്ല. അത് വലിയ പാപമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. കള്ളം പറയാൻ പാടില്ല, പിന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, അല്ലാതെ ഇത് കുശുമ്പ് കുന്നായ്മ അങ്ങനെയുള്ള മനസ്സിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ അയ്യപ്പനെ പറ്റിയിട്ടുള്ള ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം ഏതാണോ അത് ചെയ്ത് മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് മാലയിട്ട് അല്ലെങ്കിലും നമ്മൾ വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ കേട്ടോ. നമുക്ക് എന്ത് ദുരിതം ഉണ്ടെങ്കിലും ആ ദുരിതത്തിൽ നിന്നൊരു മോക്ഷം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് അയ്യപ്പനെ ഭജിക്കുന്നതാണ് കേട്ടോ. നമുക്ക് മിക്കവർക്കും ശനിദോഷം എന്ന് പറയുന്ന ഒരു ദോഷം വരാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശ കാലഘട്ടമായിരിക്കും. 7.5 ശനിയുള്ളവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടക ശനിയുള്ളവരുണ്ട്, അങ്ങനെ പലതരത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ശനിദോഷം വന്ന് നമുക്ക് ദുരിതമുള്ള സമയത്ത്, ഏറ്റവും മോശ സമയത്ത്, ഇപ്പോൾ ശനിദോഷം വരുന്നില്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയത്ത് നമ്മൾ ഭജിക്കാൻ പറ്റുന്നത് അയ്യപ്പനെയാണ്. ശനിദോഷ നിവാരണത്തിന് ഏറ്റവും ഉത്തമം അയ്യപ്പ ഭജനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ മാലയിട്ടിട്ട് മലയ്ക്ക് പോവാം. സ്ത്രീകളാണെങ്കിൽ നെയ്നാളികേരം വ്രതം എടുത്തതിന് ശേഷം നെയ്നാളികേരം നിറച്ച് പോകുന്നവരെ കയ്യിൽ കൊടുത്ത് വിടാം. പിന്നെ 50 വയസ്സ് കഴിഞ്ഞവരാണ് സ്ത്രീകൾ പോയി കണ്ടേക്കുന്നത്, അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ.
പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പോകാൻ പറ്റും. ആണുങ്ങൾക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിൽ പോവാം. ആര് തന്നെ പോവുകയാണെങ്കിലും നമ്മളെടുക്കുന്ന വ്രതത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാനായിട്ട് പാടില്ല. അയ്യപ്പൻ ബ്രഹ്മചാരിയാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ബ്രഹ്മചാരി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ശബരിമലയിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ കടുത്ത ബ്രഹ്മചര്യം ആചരിക്കണം കേട്ടോ ഈ വ്രത സമയത്ത്. മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭക്തനെ അയ്യപ്പനായിട്ട് തന്നെ കണക്കാക്കുക. സ്ത്രീകളെ ആണെങ്കിൽ മാളികപ്പുറമെന്ന് പറയും, ദൈവത്തിന് തുല്യമാണെന്ന് സാരം. അപ്പോൾ മാലയിടുന്നതും അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ മാലകൾ ഏതൊക്കെ ഇടുക എന്നുള്ളത്. അതുപോലെ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ കരിനീല ഡാർക്ക് കളറിലുള്ള ബ്ലൂ കളറിലെ ആ കളറിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ധരിക്കുക. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് മക്കളെ സ്കൂളിൽ ബ്ലാക്ക് ഡ്രസ്സ് എന്ന് ഇട്ടിട്ട് പിക്കുനിയും തനുനിയും അല്ലെങ്കിൽ ഇവിടുത്തെ മക്കളെ ആണെങ്കിൽ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ വൈകിട്ട് വന്ന് കുളിച്ചതിന് ശേഷം ബ്ലാക്ക് ഡ്രസ്സ് ധരിക്കും. അങ്ങനെയാണ് പതിവുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം കെട്ടുന്നറയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. കെട്ടൊക്കെ നിറച്ച് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തിരിയില്ലേ ഇത് കൊളുത്തിയിട്ട് ഇവരെല്ലാവരും ഇതിന് ചുറ്റും 3 പ്രാവശ്യം വലം വയ്ക്കും. കുട്ടികളെ കൈ പൊള്ളുന്ന കാരണം കൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്തില്ല എന്നുള്ളൂ കേട്ടോ. ഇവിടെ കെട്ടുന്നറ മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ് നടക്കാറുള്ളത്. അമ്പലത്തിൽ നിന്ന് കെട്ടുനിറച്ച് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുസ്വാമിമാരെ കൊണ്ട് കെട്ടുനിറപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ 41 ദിവസവും ഞങ്ങൾ മത്സ്യം, മാംസം, മുട്ട, പഴകിയ ഭക്ഷണം അല്ലെങ്കിൽ കുളിക്കാതെ ഭക്ഷണം കഴിക്കുക ഇതൊന്നും ചെയ്തിരുന്നില്ല. 2 നേരം കുളിക്കണം. അതിരാവിലെ കുളിച്ച് വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യാം. ആരെങ്കിലും ഒരാൾ വിളക്ക് വയ്ക്കുക, പിന്നെ രാവിലെ എണീറ്റ് തുടയ്ക്കുക, വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം. ശരിക്കും പണ്ടത്തൊക്കെ സമയമായിരുന്നെങ്കിൽ മുറ്റത്തെല്ലാം ഇങ്ങനെ ചാണകവെള്ളം തെളിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ കാല് കഴുകാനായിട്ട് വെള്ളം വയ്ക്കും. ചാണകവെള്ളത്തിനൊരു കുഴി കുത്തി വയ്ക്കാറുണ്ട് അമ്മ. അപ്പോൾ അതിനകത്ത് ചാണകവെള്ളം ആക്കി വെച്ചിട്ടുണ്ടാവും. അത് കാലിൽ തെളിച്ച് ശുദ്ധി വരുത്തും. പിന്നെ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കാലൊക്കെ കഴുകിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് കയറിയിരുന്നത് കേട്ടോ. വീട്ടിൽ കുക്ക് ചെയ്യുന്നവരാണെങ്കിലും രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായതിന് ശേഷമാണ് നമ്മൾ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുക. രാവിലെയും തുടയ്ക്കും, വൈകുന്നേരവും തുടയ്ക്കും, അടിച്ചു വാരും. വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാൻ വീട് ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വ്രതം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെയാണ്. പഴയ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് കളയും. വീട് മൊത്തത്തിൽ ഒരു അമ്പലം പോലെ തന്നെ നമ്മൾ അത്രയും ശുദ്ധിയിലും വൃത്തിയിലും കൊണ്ട് നടക്കണമെന്ന് സാരം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടുത്തെ കെട്ടുന്നറ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്വാമിമാരും 3 പ്രാവശ്യം വലം വെച്ചു. അത് കഴിഞ്ഞ് കുമ്പിട്ട് തൊഴലാണ് കേട്ടോ. അപ്പം നമുക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ കെട്ട് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്വാമിമാർ മറ്റുള്ള സ്വാമിമാരുടെ ഇതിൽ കാണിപ്പൊന്നിൽ പൈസ വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. അരി അരി നമ്മൾ ഇടും, അത് നിറയ്ക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ കിട്ടുന്നറിയാനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് കണ്ടിട്ട് ഇപ്പോൾ ആരും കെട്ടുന്നറയ്ക്കേണ്ട കാര്യം ഇല്ല. അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഓരോ വീട്ടിലും വ്യത്യസ്തമായിരിക്കും. പിന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കെട്ടുന്നറ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവനാണ് എൻ്റെ അനിയൻ കേട്ടോ. ഈ അനിയൻ്റെയാണ് കല്യാണം. അപ്പൂസ് എന്നാണ് പേര്. ശരിക്കുള്ള പേര് അഭിജിത്ത് എന്നാണ്, എന്നാലും ഞങ്ങൾക്ക് ഇത് അപ്പുവാണ് കേട്ടോ. അപ്പോൾ അപ്പുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കെട്ടുനിറയായ കാരണം കൊണ്ട്. പിന്നെ കെട്ടുനിറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്രസാദം പോലെ കൊടുക്കില്ല. അപ്പോൾ അവലും മലരും ശർക്കരയും പിന്നെ പഴവും പിന്നെ കൽക്കണ്ടം, മുന്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് പ്രസാദം പോലെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ കെട്ടുനിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു തരത്തിലും ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. കെട്ടുനിറ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് അതിന് ശേഷമാണ് പിന്നെ മലയ്ക്ക് ഇവിടുന്ന്
കെട്ടും ഏറ്റിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ ഫുഡാണ്. ഒരു സദ്യ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാർ, അവിയൽ, പൈനാപ്പിൾ കറി, പിന്നെ തോരൻ, പപ്പടം, അച്ചാർ, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇപ്പോൾ രാത്രിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ തലേ ദിവസത്തെ പഴകിയ ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കില്ല കേട്ടോ. അപ്പം നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കിയ ഫുഡ്, അന്നന്ന് വെച്ച ഫുഡ് കഴിക്കുക, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് കേട്ടോ. ഇവരപ്പോൾ ഒരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 മണിയോട് കൂടിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10-10:30 ആയിട്ടാണ് ഇവർ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കുളിച്ചു, വസ്ത്രമൊക്കെ മാറി അതിന് ശേഷമാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. ഇവർ മൊത്തം 16 പേരാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രാവലർ വിളിച്ചത്. പിന്നെ ഇവർക്ക് ദർശനത്തിനൊക്കെ ഒരു സമയം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്കാണ് അവിടേക്ക് എത്തേണ്ടത്. അപ്പോൾ അതേ എല്ലാവരും ലാസ്റ്റ് അച്ഛൻ ഒഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, ആരതിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തൊട്ട് കൊടുക്കും കേട്ടോ. നമ്മളെപ്പോഴും ചന്ദനമല്ല തൊടുന്നത്, ഭസ്മാണ് തൊടുന്നത്. അപ്പോൾ അതൊക്കെ അച്ഛൻ തൊട്ട് കൊടുത്തു. പിന്നെ ആദ്യമായിട്ട് പോകുന്ന കുട്ടികളായ കാരണം കൊണ്ട് അവരുടെ കയ്യിൽ ശരക്കോലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ശരക്കോല് ആദ്യമായിട്ട് പോകുന്നവർ കൈ പിടിക്കണം. അപ്പോൾ അത് അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കും, ദക്ഷിണയൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് അതേ അമ്മയുടെ അമ്മയും പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയാണത്. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ ദക്ഷിണ കൊടുത്ത് നമ്മൾ അനുഗ്രഹമൊക്കെ മേടിക്കും. അത് എല്ലാവരും ചെയ്യും കേട്ടോ. ഇപ്പോൾ സ്ത്രീകളാവുമ്പോൾ ബ്ലാക്ക് കളറുള്ള സാരി, ഇപ്പം അമ്മയൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് കളറുള്ള ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. ബ്ലാക്ക് കളറുള്ള വസ്ത്രം ധരിക്കാം, അല്ലെങ്കിൽ ശരത്തേട്ട ഇട്ട പോലെ കരിനീല കളറുള്ള വസ്ത്രവും ധരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് കളറുള്ള ഷിമ്മി പോലെയൊക്കെ തയ്ച്ചാൽ മതിയായിരിക്കും. പിന്നെ എപ്പോഴും സ്ത്രീകളാണെങ്കിൽ നടക്കാൻ കംഫർട്ടബിൾ ആയിരിക്കുക. എപ്പോഴും സാരിക്കൊരു തടച്ചിൽ വരുമല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ ബുദ്ധിമുട്ടില്ല. ചുരിദാറാകുമ്പോൾ അങ്ങനത്തെ പാൻസ് ഇട്ടിട്ട് നമുക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാം. പക്ഷെ കളറ് ബ്ലാക്കോ അല്ലെങ്കിൽ കരിനീലയോ ആയിരിക്കണം എന്നുള്ളൂ. പിന്നെ ഇവരൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കറുത്ത വസ്ത്രം ധരിക്കും. കാരണം പമ്പയിൽ മുങ്ങിയിട്ടാണല്ലോ നമ്മൾ മല ചവിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവരൊക്കെ വസ്ത്രം പിന്നെയും മാറും, കറുത്ത മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതേ ലാസ്റ്റ് മക്കൾ എൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം. ഞാൻ അവരുടെ അമ്മയാണല്ലോ. അപ്പം അങ്ങനെ എൻ്റെ അനുഗ്രഹം കൂടി വാങ്ങിച്ചു. അമ്മമാരുണ്ടെങ്കിൽ മക്കൾക്ക് അമ്മമാരാണ് തലയിൽ കെട്ടേറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മോനും തനക്കുട്ടിക്കും വെച്ച് കൊടുത്തു, ചേച്ചിയുടെ മക്കൾക്ക് വെച്ച് കൊടുത്തു, അച്ഛൻ്റെ അമ്മ കണ്ടോ, അച്ഛനും വെച്ച് കൊടുത്തു. പിന്നെ അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു, അനുചേച്ചിയുടെ അമ്മായിയാണ്. അപ്പം അവർക്ക് അച്ഛൻ ഗുരുസ്വാമിയെ, കാരണം അച്ഛനാണ് ഫസ്റ്റ് കൊടുത്തത്. പക്ഷേ അച്ഛൻ ഏറ്റണത് ഏറ്റവും അവസാനമായിരിക്കും, കാരണം അച്ഛനാണല്ലോ ഗുരുസ്വാമി, അതുകൊണ്ട് കേട്ടോ. കെട്ട് നിറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതേ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുന്ന കല്ല് നമ്മളവിടെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളക്കിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നത്. ഒരു തേങ്ങ ഇവിടെ നിന്ന് ഉടച്ചിട്ട് പോവും. പിന്നെ നമ്മൾ വടക്കുന്നതിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു തേങ്ങ ഉടയ്ക്കും. അപ്പോൾ ഓരോ അയ്യപ്പന്മാരും ഇങ്ങനെ തേങ്ങ ഉടച്ചിട്ടാണ് നേരെ വണ്ടിക്കകത്ത് കയറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ബുദ്ധിമുട്ടുകളില്ലാതെ, തടസ്സങ്ങളില്ലാതെ, വിഘ്നങ്ങളൊക്കെ അതോടുകൂടി കഴിയാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഉടയ്ക്കുന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ വണ്ടിയിൽ കയറി യാത്രയാവാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ യാത്ര പറച്ചിലും കാര്യങ്ങളൊന്നും പറയില്ല. അത് ഇതിന് മുന്നേ പറഞ്ഞ് തീർക്കണം കേട്ടോ. പിന്നെ എല്ലാവരും നന്നായി പോയി വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ബൈ ബൈ പറഞ്ഞ് എല്ലാവരും വിടുക. അപ്പോൾ അങ്ങനെ അവർ പോയി. രാത്രി 10-10:30 കൂടിയിട്ടാണ് അവർ പോയത്. രാവിലെ 8 മണിക്കായിരുന്നു അവർക്ക് ദർശനത്തിൻ്റെ സമയം. ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് അവർ തിരിച്ച് മലയിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.